ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെൽജോ ഡയറീസ്. ഇന്നത്തെ വ്ളോഗ് ഒരു സാധാരണ യാത്രയല്ല. ഞാൻ ഇന്ന് വരെ കണ്ട ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നിലേക്കാണ് നിങ്ങളെയും ഞാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ? അതെ, ഞങ്ങൾ വന്നിരിക്കുന്നത് ടൂലിപ്പ് ഫാമിലേക്കാണ്. ഈ ഫാം ഉള്ളത് വാർവിക്ക്ഷയറിൽ. വരുമ്പോൾ തന്നെ നമുക്ക് എൻട്രൻസിൽ അവരൊരു ടൂലിപ്പിൻ്റെ ഒരു സ്റ്റാമ്പൊക്കെ കയ്യിൽ അടിച്ചു തരും. രാവിലെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ക്രൗഡ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നല്ല ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. ഫാമിന് മുന്നായി തന്നെ അവിടെ കുറേ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അതുമാത്രമല്ല, ഈ ഫാമിലാണെങ്കിൽ ഡോഗ്സ് അലൗഡാണ്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അവരുടെ പെറ്റ്സിനെയും കൊണ്ട് വന്നിരുന്നു. ഇവിടെ തന്നെയാണ് കോഫി ഷോപ്പൊക്കെ ഉള്ളത്. നമുക്ക് ആവശ്യമെങ്കിൽ അവിടുന്ന് നമുക്ക് സ്നാക്സൊക്കെ വാങ്ങാം. അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ടൂലിപ്പ് പൂക്കൾ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റ് ബൾബോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളും അവരിവിടെ വെച്ചിട്ടുണ്ട്. ഈ പൂക്കൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അന്യൻ ഫിലിമിൽ ആ പാട്ടായിരിക്കുമല്ലേ. അപ്പോൾ ഞാനൊന്നും വിചാരിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നോ ഇവിടെയൊക്കെ വരാൻ പറ്റുമെന്നൊന്നും. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ. നിങ്ങൾക്ക് എത്രത്തോളം ഈ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഫോട്ടോയെക്കാളും നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ആ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുന്നത്. ഫാമിലാണെങ്കിൽ 100-ലേറെ ടൂലിപ്പ് വെറൈറ്റീസ് ഉണ്ട്. ചിലതൊക്കെ വിരിയുന്നത് പല ടൈമിലാണ്. ചിലത് ഏർലി, ചിലത് മിഡ്, ചിലത് ലേറ്റ് ബ്ലൂമേഴ്സാണ്. ഞങ്ങൾ വന്നപ്പോൾ എല്ലാം വിരിഞ്ഞ് വരുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആ ഒരു ഡിഫറൻസ്. Every day and every night we'll share the show. I wanna love you. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടന്മാരുടെ പാട്ട്? അവർ ഞങ്ങൾക്ക് വേണ്ടി വന്ന് പാടിത്തന്നതാ കേട്ടോ. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ ഉള്ളത്. ഈ ഫാമിൻ്റെ ഏകദേശം ഒരു നടുവിലായിട്ട് ഒരു ബൈക്കും വെച്ചിട്ടുണ്ട്. ഈ ബൈക്കിൽ കയറി എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളും കയറി 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ടുലിപ്പിൻ്റെ ഒരു ഹിസ്റ്ററി പരിചയപ്പെടുത്താം. ആക്ച്വലി ടുലിപ്പ് ഒറിജിനലി UK നിന്നുള്ള ഒരു ഫ്ലവർ അല്ല. ഇവ ആദ്യം സെൻട്രൽ ഏഷ്യ ഭാഗത്താണ് വളർന്നത്. പിന്നീട് തുർക്കി വഴി യൂറോപ്പിലേക്ക് എത്തി. ബ്രിട്ടീഷ് പീപ്പിളിന് ഗാർഡനിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായതിനാൽ ടുലിപ്പ് വളരെ ക്വിക്ക്ലി പോപ്പുലറായി. ഞാൻ നിങ്ങളോട് മുന്നേ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ക്ഷീണിച്ചപ്പോൾ കഴിക്കാനായിട്ട് ഈ ഷോപ്പിലേക്ക് കയറി. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചത് ഡച്ച് പാൻ കേക്കാണ്. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ടൂലിപ്പ് ഫാം വിസിറ്റ് ചെയ്യണം. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് പലതരം നമ്മൾ കാണാത്ത പല കളേഴ്സ്, പല വെറൈറ്റീസ് ടൂലിപ്പൂ ഉണ്ടെന്ന്.
ഇവിടെ ഈ ടുലിപ്പ് ഫാം മാത്രമല്ല ഉള്ളത്, ഒരു അഡ്വഞ്ചർ പാർക്കുമുണ്ട്. അത് അടുത്ത പാട്ടിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.